കാർട്ടൂണൊക്കെ റൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ശിവകാർത്തികേയന്റെ കഥാപാത്രം വരുന്നത്. ശിവകാർത്തികേയന്റെ കഥാപാത്രം ബേസിക്കലി ഒരു പേടിത്തൊണ്ടനാണ്. ആൾക്ക് കുറെ അനീതികളോട് കാണുമ്പോൾ പ്രതിഷേധിക്കാൻ തോന്നുമെങ്കിലും അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ മൂപ്പരുടെ കാർട്ടൂണിൽ എഴുതിയിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ അപകടം ഉണ്ടായപ്പോൾ മൂപ്പർക്ക് ഒരു പ്രത്യേക തരത്തിലൊരു സെൻസ് കിട്ടുന്നു. ആ സെൻസ് എന്ന് പറയുന്നത് മൂപ്പരുടെ ഇൻസൈഡിനുള്ളിൽ ഒരാളിങ്ങനെ സംസാരിക്കുകയാണ്. മൂപ്പർക്ക് ഇങ്ങനെ വരാൻ പോണ കാര്യങ്ങൾ കുറച്ച് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പറയാം. അതിപ്പോൾ സംഘടനത്തിലായാലും ശരി പല കാര്യങ്ങളിൽ മൂപ്പർക്ക് ഉള്ളിൽ ഒരു വോയിസ് ലീഡ് ചെയ്യാണ് അഡ്വാൻസ് ആയിട്ട്. അതാണ് ഇതിന്റെ ഒരു സൂപ്പർ ഹീറോ എലമെന്റ്. പിന്നെ അപ്പൊ അതനുസരിച്ച് വരുമ്പോൾ മൂപ്പർക്ക് ആക്ഷൻസിൽ ഇതിലൊക്കെ വില്ലന്മാരെ എന്താ പറയാ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെ ആക്ഷൻസ് 3-4 ആക്ഷൻ രംഗങ്ങൾ അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും കാര്യങ്ങളൊക്കെ. ഒപ്പം തന്നെ BGM ഇനി രണ്ടും അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മഡോണ അശ്വിനാണ്. മണ്ടേല എന്ന് പറഞ്ഞ പടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഭരത് ശങ്കറാണ്. ഇവർ രണ്ടുപേരുടെയും ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണ് ഈ പടം. ഒപ്പം ശിവകാർത്തികേയന്റെ ഒരു പെർഫോമൻസും. ഇത് ഈ കാര്യങ്ങളാണ് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ടിപ്പിക്കൽ ഒരു യൂഷ്വൽ സൂപ്പർ ഹീറോ എലമെന്റ്സ് അല്ലെങ്കിൽ പക്ക കൊമേഴ്ഷ്യൽ എലമെന്റ്സ് നിങ്ങൾ കണ്ടുവരുന്ന ഒരു ഫോർമാറ്റ് അല്ല. നല്ല സ്റ്റോറി ഉള്ള ഒരു വെറൈറ്റി അപ്രോച്ച് ഉള്ള എന്നാൽ നല്ല അടിപൊളി ആക്ഷൻ രംഗങ്ങളുള്ള നല്ല BGM ഉള്ള നല്ല ലീഡിങ് പെർഫോമൻസ് ഉള്ള വില്ലൻ റോൾ ഉള്ള വില്ലൻ ചെയ്തേക്കുന്നത് മിഷ്കിനാണ്.